ലയൺസ് ക്ലബ്ബ് ഓഫ് അരുവിത്തറയുടെ നേതൃത്വത്തിൽ പാല മരിയ സദനത്തിൽ സ്നേഹവിരുന്നും നിത്യോപയോഗ സാധനങ്ങളുടെ വിതരണവും പ്രമേഹ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പാല ലയൺസ് ക്ലബ്ബ് ഓഫ് അരുവിത്തറയുടെ നേതൃത്വത്തിൽ പാല മരിയ സദനത്തിൽ സ്നേഹവിരുന്നും നിത്യോപയോഗ സാധനങ്ങളുടെ വിതരണവും പ്രമേഹ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം മരിയ സദനം ഡയറക്ടർ ശ്രീ സന്തോഷ് ജോസഫിൻ്റെ അധ്യക്ഷതയിൽ ലയൺസ് 318B മുൻ ഗവർണർ ഡോക്ടർ സണ്ണി വി സ്കറിയ നിർവഹിച്ചു. ലയൺസ് ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി. ക്ലബ്ബ് പ്രസിഡന്റ് മനേഷ് ജോസ് കല്ലറയ്ക്കൽ, ട്രഷറർ സ്റ്റാൻലി തട്ടാമ്പ്രമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡോക്ടർ ജി ഹരീഷ് കുമാർ പ്രമേഹ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ലയൺസ് ക്ലബ്ബ് മെമ്പേഴ്സ് മരിയ സദനത്തിലെ 500ഓളം അന്തേവാസികളും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്നത്തെ ഈ പ്രോഗ്രാം എന്തുകൊണ്ട് വളരെ ശിക്ഷണാർഹമാണ്. കാരണം നമ്മൾ മുമ്പേ പറയുന്ന പോലെ ഇതിനകത്ത് 100-അധികം ഡയബറ്റിക് പേഷ്യൻസുണ്ട്. ഇത്രയും പേരുള്ളൊരു പ്രോഗ്രാം നടത്താമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ നേട്ടമാണ്. പക്ഷേ പലതവണ പല ഒരു ഏട്ടാലെ കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിക്കാനും നിങ്ങളനുസരിച്ച് ജീവിക്കാനും ജീവിതത്തെ ക്രമീകരിക്കാനൊക്കെ സാധിക്കുള്ളൂ. അത് പ്രത്യേകമായിട്ട് ലയൺസ് ക്ലബ്ബ് അരുവിത്തറയോടുള്ള കടപ്പാടും കടമയും സ്നേഹവും എല്ലാവിധ സഹകരണത്തിനുള്ള നന്ദിയും നൽകുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാം ചീഫ് ഗസ്റ്റായി ഇവിടെ എത്തിയിട്ടുള്ള എനിക്ക് കടന്നു വരാൻ സാധിച്ചു സന്തോഷം പങ്കുവെക്കുന്നു. മാത്രവുമല്ല അരുവിത്തറ ലയൺസ് ക്ലബ്ബ് ഇന്നിവിടെ ഒരുക്കിയ ഡയബറ്റിക്സ് അവയർനെസ് ക്ലാസ്സും അതുപോലെ തന്നെ ഇവിടുത്തെ അന്തേവാസികൾക്ക് വേണ്ടിയിട്ട് അവർ നൽകുന്ന ഭക്ഷണ കിറ്റുകളും ഒക്കെ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. അതുപോലെ ഇന്നിവിടെ ഇവർക്ക് എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു. അതുപോലെ തന്നെ ഈ അരുവിത്തറ കോളേജിന്റെ അരുവിത്തറ ലയൺസ് ക്ലബ്ബിന്റെ ഈ വലിയ മഹാമനസ്കതയ്ക്ക് അല്ലെങ്കിൽ അവർ നൽകുന്ന സേവനത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് അവരെ ഇനിയും സേവനത്തിന്റെ മേഖലയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അവർക്ക് ശക്തി നൽകണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം വേറെ പ്രിയങ്കരനായ സിബിഎംപി 2 വാക്കൂടെ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാകില്ല എന്ന് തോന്നുന്നു. കാരണം നേരത്തെ ഇവിടെ സന്തോഷം സൂചിപ്പിച്ചതുപോലെ സിബി വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു പ്രവർത്തകരാണ് ലയൺസ് ക്ലബ്ബ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു പരിപാടിയെ സംബന്ധിച്ചപ്പോൾ അവിടെ ഏതോ നമ്മുടെ ഡിസ്ട്രിക്റ്റിലല്ല, ഡിസ്ട്രിക്ട് 318B എന്ന് പറഞ്ഞാൽ ഞാൻ ഗവർണറായിരുന്ന ഡിസ്ട്രിക്ട് 318B എന്ന് പറയുന്നത് ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം. എന്നാൽ ഈ ജില്ലയിൽ ഈ 3 ജില്ലയിൽ പെടാത്ത ഒരു പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ സിബിയെ പറ്റി പറഞ്ഞു. സിബി ഒരു സംഭവമാണ് എന്ന് പറഞ്ഞു. അത്തരത്തിലൊരു സംഭവമാകാൻ സാധിച്ചതൊക്കെ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വലിയ ത്യാഗ മനോഭാവത്തോട് 2ാമത്തെ പ്രാവശ്യമാണ് കടന്നു വരുന്നത്. കഴിഞ്ഞ വർഷവും ഞങ്ങൾ കടന്നു വന്നിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ഒരു വീട് പോലെ കരുതുന്ന ഒരു സ്ഥാപനമാണ് ഈ ഒരു മരിയ സദനം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകൾ ഉൾപ്പെട്ട ഈ ലയൺസ് ഡിസ്ട്രിക്ട് 318Bയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ക്ലബ്ബുകളെ കൊണ്ട് തീർച്ചയായും ഇവിടെ ഒരു ദിവസം ഒരു നേരത്തെയെങ്കിലും ഭക്ഷണം നിങ്ങൾക്കായി തരുവാനായി തീർച്ചയായിട്ടും കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയുടെ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ എന്ന നിലയിൽ ഞാൻ ഇന്ന് മുതൽ ഉത്സാഹിക്കും എന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് വളരെ സന്തോഷത്തോടെ ഇന്നത്തെ ഈ ഒരു നമുക്കറിയാം വെഡിങ് ആനിവേഴ്സറി ഇവിടെ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു മനസ്സ് നിങ്ങളുടെ ആർക്കൊക്കെ അവരെപ്പറ്റി അറിയാമായിരിക്കും എന്നറിയത്തില്ല. നിങ്ങൾ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താമോ ഇവരെപ്പറ്റി? ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന അദ്ദേഹത്തെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ 1-2 പേരുണ്ട്, ഞാൻ പരിചയപ്പെടുത്താം. അദ്ദേഹം അൽഫോൻസ തീർത്ഥാടന കേന്ദ്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഭരണങ്ങാനം അൽഫോൻസ തീർത്ഥാടന കേന്ദ്രം ഒരുപക്ഷെ അതറിയാമല്ലാത്ത ആരും ഇവിടെ കാണില്ല, എല്ലാവർക്കും അറിയാം. അപ്പൊ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിന്റെ അവിടെ ഒരു നല്ല കാന്റീൻ ഏതാണ്ട് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 9 വരെ ഫുള്ളായിട്ടുള്ള ഒരു അൽഫോൻസ കാന്റീൻ നിങ്ങളൊക്കെ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ആ കാന്റീന്റെ ഓണർ, കാന്റീൻ നടത്തുന്ന ആളാണ് നമ്മുടെ ബിജോയി, ഞങ്ങളുടെ പ്രിയപ്പെട്ട ലയൺ മെമ്പർ. അദ്ദേഹമാണ് ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു ഇന്നത്തെ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫാമിലിയുമാണ്. ഇതുപോലെ എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലൊരു വളരെ മോശമായ ഒരവസ്ഥ വന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു. അത് ആരും വീട്ടിലെ ആൾക്കാരും ഏറ്റെടുക്കാൻ പറ്റാത്തൊരു കേസാണ് ഈ പറഞ്ഞ പോലെ
സന്തോഷേട്ടനൊക്കെ വന്നേക്കൂടെ വന്നപ്പോൾ ചോദിച്ചു അങ്ങനെ പറയുമ്പോൾ അത് അന്ന് എന്നാ പറയുക ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന പോലെ സന്തോഷേട്ടൻ വളരെ സുന്ദരമായിട്ട് ഇത് ഭംഗിയായിട്ട് വളരെ ഇതായിട്ട് നിങ്ങളെ ഓരോരുത്തരെ പോലെയും നോക്കി ശുശ്രൂഷിച്ച ഒരു മനുഷ്യനാണ്. ഞാൻ അന്ന് ഓർക്കുന്നു സന്തോഷം അത്ര ഓർമ്മ കാണിയല്ലായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ലയൻസിൻ്റെ പരിപാടി ഈ വർഷം രണ്ടാമത്തെ പ്രോഗ്രാമാണ് അരുവത്ത ലയൻസിൻ്റെ ഇടവത്സവം. എങ്കിലും നിങ്ങളുടെ അരുവത്ത ലയൻസ് എന്ന് പറഞ്ഞാൽ മുമ്പേ സണ്ണിസാർ പറഞ്ഞാൽ സ്ഥിതിച്ചേട്ടൻ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ സ്ഥിതിച്ചേട്ടൻ ഓരോ ആഴ്ചയിൽ വരുന്ന പരിപാടി 2-3 പ്രോഗ്രാം പോലും അല്ല, അതിന് മുകളിലോട്ടുള്ള പ്രോഗ്രാമാണ്. അതുപോലെ നാളെയുണ്ട് ഈരാറ്റുപേട്ട കാരക്കാട് സ്കൂളിൽ 850-900 പഠിക്കുന്ന സ്കൂളിൽ ഒരു ക്യാമ്പ്. ഞാൻ ആ സ്കൂളിലെ വിദ്യാർത്ഥികളെയുമായി ഒരു ദിവസം ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരുന്നു. ഇനി മേരിയ ഓഫ് ഹെൻറി ബേക്കർ കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രസിഡന്റാണ് ഞാൻ. ദൈവം അനുഗ്രഹിച്ചാൽ ഹെൻറി ബേക്കർ കോളേജിലെയും പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലോ അധ്യാപകരുടെ നേതൃത്വത്തിലോ തീർച്ചയായും കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഈ മരിയ സദനത്തിൽ ഇത്രയും നല്ല രീതിയിൽ നിങ്ങളെ കൈകാര്യം ചെയ്തു പോകുന്ന ഇത്രയും അംഗങ്ങളുള്ള ഒരു സ്ഥാപനം പാലാ രൂപതയിലെ തന്നെ ഏറ്റവും നല്ല ഒരു പ്രസ്ഥാനം എന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും ഈ ഒരു പ്രസ്ഥാനം വളരെ നല്ല രീതിയിൽ നടന്നു പോകട്ടെ. ഗവൺമെന്റിന്റെ ഒക്കെ സഹായങ്ങൾ നിങ്ങൾക്ക് നിന്നു പോയതൊക്കെ തുടർന്ന് കിട്ടുവാനുള്ള അനുഗ്രഹം കിട്ടട്ടെ. തീർച്ചയായും അടുത്ത നിയമസഭാ ഇലക്ഷനോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷനുകളോ ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ കേരള ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും ഒക്കെ കൂടുതൽ സമ്മർദ്ദങ്ങൾ നമുക്ക് ചെലുത്തി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ഇതുപോലെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ തീർച്ചയായും നല്ല സഹായം കൊടുക്കുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് അതിനായിട്ട് ഗവൺമെന്റിനും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ ലെവലിലുമൊക്കെ നമുക്ക് തീർച്ചയായും സമ്മർദ്ദം ചെലുത്താം. എല്ലാവിധ കോംപ്ലിക്കേഷനുകളിലും പോകാൻ ഒരേ ഒരു അസുഖമാണ് പ്രമേഹം കേട്ടോ. അതുകൊണ്ട് എന്താണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ പുകവലി, മദ്യപാനം, പിന്നെ അൺഹെൽത്തി ഡയറ്റ്. കഴിക്കുന്ന ആഹാരത്തിൽ കൊഴുപ്പ് കൂടിയാൽ എന്ത് സംഭവിക്കുന്നു, എന്തുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് നമ്മുടെ അന്നജമാണ് എപ്പോഴും പ്രമേഹവും എല്ലാ അസുഖങ്ങൾക്കും മുഖ്യ കാരണം. അല്ലാതെ നമ്മുടെ പഞ്ചസാര മാത്രമല്ല, അന്നജങ്ങൾ കൂടി കഴിയുമ്പോൾ അത് നമ്മുടെ ഗ്ലൂക്കോസ് കൂടും. അതാണ് ആഹാരം കഴിക്കുന്ന ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് നിത്യജീവിതത്തിൽ വിവിധ കോശങ്ങളിലേക്ക് എത്തും. ഗ്ലൂക്കോസ് കോശങ്ങളിൽ പ്രവേശിക്കണമെങ്കിൽ ഒരു താക്കോല് പോലെയാണ് ഇൻസുലിൻ പ്രവർത്തിക്കുന്നത്. അപ്പൊ കണ്ടില്ലേ, ഒരു താക്കോല് പോലെ അത് ഉത്പാദിപ്പിക്കുന്ന ഇൻസുലിന് എന്ത് സംഭവിക്കുന്നു? വേണ്ടത്ര ഇൻസുലിന്റെ അഭാവത്തില് ഗ്ലൂക്കോസിനെ കോശങ്ങൾ അംഗീകരണം ചെയ്യുന്നില്ല. അപ്പോൾ അത് രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് കൂടുകയും ഇതിനെ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന ഒരു ലെവലിലോട്ട് പോവുകയും അത് പിൽക്കാലത്ത് അത് വർഷങ്ങൾ കൊണ്ട് അത് നമ്മുടെ പല അവയവങ്ങളെയും ബാധിച്ച് നമുക്ക് ദീർഘകാല സങ്കീർണത ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും പ്രമേഹം വരുന്നതിന് മുമ്പുള്ളൊരു സ്റ്റേജ് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഈ വർഷത്തെ ഒരു മുദ്രാവാക്യമുണ്ട്, അത് പറയാനാണ് ഞാൻ കുറച്ചു നേരം നോക്കിയത്, അതിലോട്ട് കയറുന്നില്ല. അപ്പം നമ്മൾ ഈ വർഷത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത് നമ്മുടെ ആഹാര ക്രമീകരണം കൊണ്ടും എല്ലാ ആൾക്കാർക്കും നമുക്ക് പ്രമേഹം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഓരോ വർഷം ഓരോ മുദ്രാവാക്യങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കും. എന്തിനാന്ന് വെച്ചാൽ ആ ഒരു വർഷം അതിന് കൂടുതൽ ഒരു ഊന്നൽ നൽകാണ്.
നമ്മൾ പ്രമേഹവും ആരോഗ്യവും, അതായത് പ്രമേഹവും ആരോഗ്യം മാത്രമല്ല, ഈ പ്രമേഹവും ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ പ്രമേഹം എല്ലാ തലത്തിലും, അതായത് ചെറിയ എല്ലാ ഹെൽത്തിയിലാണ് നമുക്ക് എല്ലാ സ്റ്റേജിലും, അതായത് കുട്ടികൾക്ക് വരുന്ന പ്രമേഹമുണ്ട്, മുതിർന്നവർക്ക് വരുന്ന പ്രമേഹമുണ്ട്, ഇപ്പം കൗമാരപ്രായക്കാർക്ക് പ്രമേഹം വരുന്നു, പിന്നെ ഗർഭിണികൾക്ക് പ്രമേഹം വരുന്നു, ജീവിതകാലത്തിൽ പിന്നെ പ്രായമായി കഴിയുമ്പോൾ നമുക്ക് പ്രമേഹം വരുന്നു. അപ്പം നമ്മുടെ എല്ലാ തലത്തിലും അവർക്ക് പ്രമേഹം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ പിന്നെ ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവർക്കുണ്ടാവും. പാരമ്പര്യമായിട്ട് പ്രമേഹമുള്ള മാതാപിതാക്കൾ, അച്ഛനും അമ്മയ്ക്കും പ്രമേഹം ഉണ്ടെങ്കിൽ വരാം. രക്തസംബന്ധമുള്ളവർക്കുണ്ടാവാം, ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവർക്കുണ്ടാവും, ക്രമത്തെറ്റി ആർത്തമുള്ള സ്ത്രീകളിൽ ഉണ്ടാവും. അതുപോലെ കഴുത്തിലും കക്ഷത്തിനുണ്ടാവും ഒരു ഇങ്ങനത്തെ ഒരു തടി കൂടിക്കഴിഞ്ഞാൽ കഴുത്തിലും കക്ഷത്തൊക്കെ കണ്ട ഒരു വെൽവെറ്റി കളർ വരാം. പിന്നെ അതിന്റെ കൂടെ 4 കിലോ കൂടുതൽ തൂക്കമുള്ള കുട്ടികളെ പ്രസവിച്ചിട്ടുള്ള സ്ത്രീകളിൽ പിൽക്കാലത്ത് ഭാവിയിൽ പ്രമേഹം, അതിന്റെ കൂടെ പ്രമേഹ ലക്ഷണങ്ങളായിട്ട് അമിതമായിട്ട് മൂത്രമൊഴിക്കുക, പതിവില്ലാത്ത ദാഹം, അമിത വിശപ്പ്, പതിവില്ലാത്ത ഭാരനഷ്ടം, അമിത ക്ഷീണം, ഇടയ്ക്കിടെ അണുബാധ, കാഴ്ചമങ്ങൽ, ശരീരത്തിലുണ്ടാകുന്ന മുറിവ് ഉണങ്ങാതെ വരിക, കൈക്കാലുകൾ പെരുപ്പ്, ചർമ്മം, മോണ, മൂത്രസഞ്ചിയിൽ അണുബാധ വരിക, പിന്നെ ആണുങ്ങൾക്ക് ഉദ്ധാരണശേഷിക്കുറവ്, അങ്ങനെ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാം. Oh